ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ശ്രീ എം ജയചന്ദ്രൻ പറയുന്നത് ഒന്നും സംഭവിക്കില്ല ഈ കേസിൽ. ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഒരു ചോദ്യം ചോദിക്കാനാണ് സാധ്യത. എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഇക്കാര്യം? ശരിയാണ്, അന്വേഷണത്തിന് ഇതുവരെയുള്ള പുരോഗതി കൊടുക്കേണ്ടി വന്നേക്കാം, നമുക്കത് നേരത്തെ പറയുവാൻ പറ്റില്ല. പക്ഷേ അതിനും കൂടി വേണ്ടിയാണല്ലോ ഇത്തരമൊരു അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയതും ഒരു തന്ത്രപരമായ നീക്കമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നതിനേക്കാൾ കർണാടക ഹൈക്കോടതിയിൽ പോയാൽ ഈ തലസ്ഥാനത്തുള്ള റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും ഒക്കെ ഒഴിവാക്കാം. അങ്ങനെയുള്ള ഉദ്ദേശം കൂടി ഉണ്ടാവുമല്ലോ അതിനകത്ത്. വലിയൊരു നിയമസംഘമാണ് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി. മഞ്ജുഷ്, നമുക്ക് ഓർമ്മയുണ്ടാകും പണ്ട് ഈ വീണ വിജയൻ്റെ AKG സെൻറ്റർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്രസ് വിവാദം. അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അത് ശരിയാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു. അത് എവിടെ പോയി വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരും? ക്ലിഫ് ഹൗസിൽ വേണ്ടി വരുമോ, അതോ മന്ത്രി റിയാസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ വേണ്ടി വരുമോ എന്നൊക്കെ തുടങ്ങിയുള്ള മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ആദ്യത്തെ കുറച്ച് ഒന്ന് പരിങ്ങി നിന്ന ശേഷം എന്ന് പറയുന്നത് ആദ്യമൊക്കെ മാധ്യമങ്ങൾക്ക് നേരെ വളരെ പുച്ഛത്തോടെ AK ബാലനും CPM-ൻ്റെ മുതിർന്ന നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് വീണ വിജയന് ഇതിൽ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താൻ പോലുമുള്ള ഒരു അവസരം കിട്ടിയില്ല. ഈ എക്സ് പാർട്ടിയായിട്ട് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് വിധി നിർണയിച്ചു, ഓർഡർ ഇട്ടു. അതിൻ്റെ അകത്ത് വീണ വിജയൻ ഒരു കക്ഷി പോലുമല്ല. എന്നിട്ടാണ് CPM-കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ എക്സ് പാർട്ടിയായിട്ട് എക്സാലോജിക്ക് എക്സ് പാർട്ടിയായിട്ട് നിർത്തി ഒരു വിധി വന്നിരിക്കുകയാണ്, വീണ വിജയൻ്റെ വശം ആരും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമുക്കറിയാം ഇവിടെ ഷോൺ ജോർജിൻ്റെ പരാതി, അതിനുശേഷം ഇവിടെ ROCയുടെ ഉത്തരവ് വരുന്നു. അതിനുശേഷം KSIDC ആണ് ആദ്യം കേരള ഹൈക്കോടതിയിൽ പോകുന്നത്. കേരള ഹൈക്കോടതി KSIDCയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? പൊതുമേഖലാ സ്ഥാപനമല്ലേ KSIDC, അവിടെ പൊതുജനങ്ങളുടെ പണമല്ലേ? അപ്പോൾ അതും കഴിഞ്ഞിട്ട് ആദ്യം എല്ലാവരും കരുതിയത് ഈ KSIDC ആദ്യം പോകുന്നത് ഏറ്റവും ഈ കാര്യത്തിൽ KSIDCക്ക് ആണ് ഏറ്റവും സേഫായിട്ട് കളിക്കാൻ പറ്റുന്നത്. അവർക്ക് 25 ലക്ഷം രൂപയുടെ ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ ആലോചിക്കുക. ഈ ആകെയുള്ള തുക വീണ വിജയൻ ഒരു സേവനം കൊടുക്കാതെ വീണ വിജയന് കിട്ടിയിരിക്കുന്ന മാസപ്പടി, അത് വീണ വിജയനും വീണ വിജയൻ്റെ ഷെൽ കമ്പനിക്കും കൂടെ കിട്ടിയ മാസപ്പടി എന്ന് പറയുന്നത് 1.72 കോടിയാണ്. ഇപ്പോൾ 2 സിറ്റിംഗ് കഴിഞ്ഞ KSIDCയുടെ വക്കീലിന് 25-50 ലക്ഷം കൊടുത്തു കഴിഞ്ഞു KSIDC. പൊതുജനം സഹിക്കണം, അത് ശ്രീ ആനന്ദ് കൊച്ചുകൂടി, പൊതുജനം സഹിക്കേണ്ടി വരുന്നതാണ്. ഓരോ സിറ്റിങ്ങിനും 25 ലക്ഷം കൊടുക്കേണ്ട ശ്രീ വൈദ്യനാഥനെ കൊണ്ടുവരികയാണ് KSIDCക്ക് വേണ്ടി വാദിക്കുന്നതിന് വേണ്ടി. നമ്മളിതെല്ലാം കാണേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയുടെ മകളെ കൂടി രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമങ്ങൾ നടക്കുന്നത്. ഈ KSIDCയുടെ ആളുണ്ടായിരുന്നുവല്ലോ CMRLന്റെ ഡയറക്ടർ ബോർഡിൽ. ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരുന്നയാൾ, അല്ലെങ്കിൽ ഈ ക്രമക്കേടിന് കൂട്ടുനിന്നയാൾ, ആ KSIDC ഡയറക്ടറെ കൂടി രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ലേ ഈ ശ്രമം? മഞ്ജുഷ്, ചോദ്യം എന്നോടാണോ? അതെ. തീർച്ചയായും ഇവിടെ KSIDCക്ക് സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്. പക്ഷേ അതൊന്നും ബാധകമല്ല. ഇവർക്ക് ഓരോ കേസ് വരുമ്പോഴും കഴിഞ്ഞ 7.5 വർഷമായിട്ട് CPM-നെ ബാധിക്കുന്ന ഏതൊക്കെ കേസ് വന്നാലും സുപ്രീം കോടതിയിൽ ഉള്ള ചില സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ ദില്ലിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചില സീനിയറായിട്ടുള്ള വക്കീലന്മാർക്ക് ചാകരയാണ്. എത്ര പൈസയാണ് ഇവിടെ ഓരോ കേസുകളിലും ചെലവാക്കിയിരിക്കുന്നത്. CPM-ഉം ആയിട്ട് ബന്ധപ്പെട്ട ചില ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ, അതായത് CPM-ൻ്റെ ആൾക്കാർ പ്രതിയായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ ഇതിന് സർക്കാർ ചിലവാക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ഈ കാര്യത്തിൽ വീണ വിജയനെ പലതരത്തിൽ ന്യായീകരിച്ചുകൊണ്ടിരുന്ന CPM-കാർ ഈ അവസാനത്തെ ന്യായീകരണമായിട്ട് സഖാവ് ബാലൻ ഇന്നലെ വന്നത് ഇത് ഷോൺ ജോർജിൻ്റെ പരാതിയിൽ SFIO അന്വേഷണം എന്നുള്ള ആവശ്യം ഹൈക്കോടതിയിൽ നിൽക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു SFIO അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്.
പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു ന്യായീകരണമാണ് വന്നത്. അത് തന്നെയാണ് ഇന്ന് ഇപ്പോൾ റിട്ട് പെറ്റീഷനിൽ നോക്കിയപ്പോൾ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നതും. അതായത് ഇവിടെ ഇങ്ങനെയുള്ള ഒരു വിധി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം, കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ തീരുമാനം വരുന്നത് അത് സ്വാഭാവിക നീതിക്കെതിരാണെന്നും അത് പലതരത്തിൽ ഇല്ലീഗലാണെന്നൊക്കെയുള്ളതാണ് അവരുടെ പ്രയർ. പക്ഷേ അങ്ങനെ പിന്നെ അതുകൂടാതെ ഇതുവരെയുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം വിളിച്ചു വരുത്തണം. അവർക്ക് ചില ഡോക്യുമെൻറ്റുകളൊന്നും അവരുടെ കയ്യിൽ കിട്ടാത്ത അതുപോലെയുണ്ട്. കാരണം അവർക്ക് മുഴുവൻ ഡോക്യുമെൻറ്റുകളും അവർക്ക് അതിന് ആക്സസ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ 2 റിപ്പോർട്ടുകളും അത് ഈ SFIO അന്വേഷണത്തിലേക്ക് വഴി തെളിച്ചവയാണല്ലോ. ആ റിപ്പോർട്ടുകളും സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടും. അത് കക്ഷികൾ എന്ന നിലയ്ക്ക് കിട്ടുവാൻ അവർക്ക് അർഹതയുള്ള കാര്യവുമാണ്. പക്ഷേ ഈ ROC നേരത്തെ ശ്രീ M ജയചന്ദ്രൻ പറയുകയാണ് ROC റിപ്പോർട്ടിലൊന്നും ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന്. പക്ഷേ അങ്ങനെ കരുതാൻ പറ്റുമോ? ഈ ROC റിപ്പോർട്ടല്ലേ ഈ അന്വേഷണത്തിന്റെ SFIO അന്വേഷണത്തിലേക്ക് നയിച്ചത്? ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ശ്രീകാന്ത് കൊച്ചുകൂടി. അല്ല, ഈ ROC റിപ്പോർട്ട് എൻ്റെ കയ്യിലില്ല. പക്ഷേ മാധ്യമങ്ങളിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ROC റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അതായത് ഈ കേസിൽ CBI അന്വേഷണം അല്ലെങ്കിൽ ED അന്വേഷണം, EDയുടെയും CBIയുടെയും അന്വേഷണം ഈ കേസിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് ന്യായമായിട്ടും അതിൻ്റെ ഒരു പരിസമാപ്തി അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിലേക്കാണ് പോകേണ്ടത് എന്നാണ് ROC റിപ്പോർട്ട്. ഇപ്പോഴത്തെ SFIO അന്വേഷണത്തെക്കാൾ വളരെ വെള്ളം കുടിക്കുന്നതും ഇതിനേക്കാൾ ബുദ്ധിമുട്ടാകുന്നതും ഉള്ള അന്വേഷണമാണ് EDയുടെയും CBIയുടെയും. കാരണം ഇതിൻ്റെ അകത്ത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ വരുന്നുണ്ട്. കള്ളപ്പണ വെളുപ്പിക്കൽ, മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിയമലംഘനം വരുന്നുണ്ട്. ഇത് ഒരു ഫിറ്റ് കേസാണ് EDക്കും CBIക്കും എന്നാണ് ROC റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ഈ SFIO അന്വേഷണം എന്ന് പറയുന്നത്, SFIO അന്വേഷണം അവർ വളരെ ചടുലമായിട്ട് 2 ദിവസമായിട്ട് ആദ്യം കർത്തായുടെ CMRLലും പിന്നീട് തിരുവനന്തപുരത്ത് KSIDCയിലും ഒക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വീണ വിജയന് നോട്ടീസ്, അന്വേഷണത്തിന് നോട്ടീസ്, ഒരു ചോദ്യം ചെയ്യലിന് നോട്ടീസ് വരുമെന്ന ഘട്ടത്തിലാണ് കൃത്യമായിട്ട് ഇത് കർണാടക ഹൈക്കോടതിയിൽ പോയി ഇങ്ങനെ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതും. അത് അങ്ങനെ ഒരു ഇവൻച്വാലിറ്റി, അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോയാൽ അത് കർണാടകയിൽ വെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം പറയാൻ CPMന് എളുപ്പമാകുന്ന രീതിയിൽ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രതിരോധം തീർക്കുന്നത് ഇവിടെ CPMന്റെ ഉന്നത നേതൃത്വമാണ്. ബിനീഷ് കോടിയേരിയുടെ കേസിലോ മറ്റൊരു കേസിലുമോ നാളെ ഇതുവരെ കാണാത്ത രീതിയിൽ ഈ കേസിൽ തുടക്കം മുതൽ ഇതിന് പ്രതിരോധം സൃഷ്ടിക്കുന്നത് CPMന്റെ സീനിയർ നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി, അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ് ഇതിന് പ്രതിരോധം സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പരിസമാപ്തിയാണ് ഇപ്പോൾ ഈ 25 ലക്ഷം നമ്മൾ KSIDCയുടെ വക്കീലിന് കൊടുക്കുന്ന കാര്യം പറയുന്നു. ഈ സുപ്രീം കോടതിയിലെ എത്രയോ വക്കീലന്മാരെ ഇവർ ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിൽ ഓരോ നീക്കങ്ങൾ നടക്കുമ്പോഴും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ അതൊരു ക്രൈസിസ് മാനേജ്മെന്റ് തന്നെയാണ്. എന്തായാലും വീണ വിജയനിലേക്ക് അന്വേഷണം എത്തരുത്, ചോദ്യം ചെയ്യൽ ഉണ്ടാകരുത്, ഇത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം സ്വാഭാവികമായിട്ടും നടക്കും. അത് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വീക്കാണോ ഇല്ലയോ, ദുർബലമാണോ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ? അതായത് പ്രതിപക്ഷം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെയും UDFന്റെയും കാര്യമാണ്. ഇതുവരെയുള്ള അവരുടെ പ്രതികരണങ്ങൾ മതിയാകുമോ? ഇവിടെ ഷോൺ ജോർജ് എന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു അന്വേഷണം പോലും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. സംശയമുണ്ടോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? നിയമ നടപടികളിലേക്ക് പോകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒന്ന് ചെയ്തോ? ഇവിടെ ഈ വിജിലൻസിലേക്ക് പോകും എന്ന് പറഞ്ഞതല്ലാതെ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയതല്ലാതെ സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ലല്ലോ. അതിനും അപ്പുറത്തേക്ക് ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടി നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസും UDFും തയ്യാറായില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? അപ്പോൾ അവിടെ ഈ 135 കോടിയുടെ ഇടപാടിൽ UDFന്റെ നേതാക്കളും ഉണ്ട്, അവരുടെ പേരും ഉണ്ട്. അതാണോ പുറകോട്ട് വലിച്ചത്? ഇപ്പോഴെന്തായാലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇനി നിയമ നടപടിയിലേക്ക് തന്നെ പോകുമെന്ന്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കളുടെ നിരീക്ഷണം? തീർച്ചയായും കോൺഗ്രസിന് ഒരു പ്രതിരോധമാണ്. UDF മൊത്തത്തിൽ പ്രതിരോധത്തിലാണ് ആ കാര്യത്തിൽ നോക്കിയാൽ.
ഇപ്പോൾ PV എന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് ഹാൻഡ്സപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. PV എന്ന ഇനീഷ്യലും പിണറായി വിജയനും. ഈ വീണ വിജയൻ്റെ മാസപ്പടി കൂടാതെ പിണറായി വിജയനും ഈ കർത്തയുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട്. അത് ഈ ഇൻകം ടാക്സിൻ്റെ റിബേറ്റോ അല്ലെങ്കിൽ അതിന് ഇൻകം ടാക്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇളവ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടേണ്ടതാണ്. അത് UDFന്റെ പാർട്ടികൾ, അതായത് കോൺഗ്രസ്, മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. OC എന്ന ഉമ്മൻചാണ്ടി, RC എന്ന രമേശ് ചെന്നിത്തല, IK എന്ന ഇബ്രാഹിം കുഞ്ഞ്, KK എന്ന കുഞ്ഞാലിക്കുട്ടി, ഇതുപോലെയുള്ള നേതാക്കളുടെ പേര് അതിൻ്റെ അകത്തുണ്ട്. അത് കൂടാതെ ഒരു പേര് PV എന്ന പിണറായി വിജയനാണ്. PV എന്ന് മാത്രമല്ല പിണറായി വിജയനും അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് മൊത്തത്തിൽ മലയാള മനോരമയിൽ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ട് മുഖ്യമന്ത്രി വിചാരിക്കുന്നത് PV എന്ന് എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ അണികളെങ്കിലും അങ്ങനെ വിശ്വസിക്കുമെന്നായിരിക്കും. എന്തായാലും UDF ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാകുന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം അവരുടെ നേതാക്കൾ ഈ പേര് എഴുതി വെച്ചിട്ടുള്ള ആൾക്കാർ കൂടാതെ അല്ലാത്ത ആൾക്കാർ വരെ ഈ കർത്തയുടെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കോ അല്ലാതെയോ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള ശ്രുതികളൊക്കെ കേൾക്കുന്നുണ്ട് പല നേതാക്കളും. ഇപ്പോൾ ഈ വാർത്ത മലയാള മനോരമ ബ്രേക്ക് ചെയ്ത ദിവസം നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസാന ദിവസമായിരുന്നു ഒരു സെഷനിൻ്റെ. ആ അവസാന ദിവസം പെട്ടെന്ന് തന്നെ ചില നേതാക്കൾ എറണാകുളത്തേക്ക് തിരിക്കുന്നു. ചിലർ നിയമസഭാ സമ്മേളനം പൂർത്തിയാകാൻ കാത്തു നിൽക്കാതെ പോകുന്നു. മാത്യു കുഴൽനാടനും 5-6 UDF MLA അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരാണ് അതിന് ഒന്ന് പ്രതികരണമൊക്കെ നടത്തിയത്. മാത്യു കുഴൽനാടൻ അതിൻ്റെ അകത്ത് ആ കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ CPM എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചത്? അദ്ദേഹത്തിൻ്റെ വീട് പോയി അളന്നു. അദ്ദേഹത്തിൻ്റെ റിസോർട്ട് അത് ഈ നിയമത്തിലെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയും, പഴുതുപയോഗിച്ച് അദ്ദേഹം ഒരു റിസോർട്ട്, ഒരു ഹോം സ്റ്റേ എന്ന രീതിയിൽ അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹം നിയമലംഘനം നടത്തി, അദ്ദേഹം ഒരു കള്ളനാണ് എന്ന രീതിയിൽ ഇവിടെ CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കി, പൂട്ടാൻ നോക്കി, പറ്റിയിട്ടില്ല. പക്ഷേ UDFന്റെ മറ്റ് നേതാക്കൾ തീർച്ചയായും അവർക്കിതിൽ കൂടുതൽ ഇടപെടാനുള്ള എല്ലാ വകുപ്പും ഉണ്ടായിരുന്നു. അവരുടെ യുവ നേതാക്കൾക്കെങ്കിലും, അവർ ഈ പണം വാങ്ങിക്കാത്ത, കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാത്ത നേതാക്കളെങ്കിലും ഈ കാര്യത്തിൽ കുറച്ചുകൂടി ശുഷ്കാന്തി കാണിക്കാമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് എനിക്കുള്ളത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി